ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. ഇതെൻ്റെ ചെറിയ മോനാണ് കേട്ടോ. കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ പിന്നെ ഓർത്തു എന്നാൽ പിന്നെ ഒരു ഈവനിങ് വ്ളോഗായിട്ട് ചെയ്താലോ എന്നുള്ളത്. അങ്ങനെ ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഞാനിന്ന് ചെയ്യുന്നത്. വലിയ കൊണ്ടൊന്നും ഇല്ല, എന്നാലും നമുക്ക് പിന്നെ ഇരുന്നിട്ട് കാണാലോ എന്ന് കരുതിയിട്ട് ഗ്രൗത്ത് ഇങ്ങനെ കാണാലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ എടുക്കാമെന്ന് വെച്ചതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫോട്ടോ ഇവിടെ ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിലും ഇവരെ കൂടെ കൂട്ടിയിരുന്നാലും ഒന്നും ഒരു ടൈം കഴിഞ്ഞാൽ ഇവന് ഇറിറ്റേറ്റഡ് ആവും, പിന്നെ അവന് കിട്ടൂല. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാനെന്നാൽ പിന്നെ കരച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ അവനെ ഒന്ന് ഉറക്കിയ, ഇത്ര സമയം കളിച്ചതല്ലേ, അപ്പോൾ ഒന്ന് ആ ക്ഷീണം വെച്ചിട്ട് അവനെ ഉറങ്ങുമെന്ന് ഓർത്തിട്ട് തൊട്ടിലിൽ കിടത്തിയതാണ്. പക്ഷെ അവന് സങ്കടമായിപ്പോയി. അപ്പോൾ ഉറക്കൽ നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ മോനക്ക് ബ്രോക്കോളി എഗ്ഗും ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവനക്ക് ഈവനിങ് ജസ്റ്റ് ഒന്ന് കൊടുക്കാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവനക്ക് കൊടുക്കുകയാണ്. പിന്നെ അവന് ഇപ്പോൾ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത് രണ്ടും. എനിക്ക് നാട്ടിൽ നിന്ന് ഞാൻ വിചാരിക്കുന്ന സമയത്തൊന്നും അത്ര കണ്ടിട്ട് അവൈലബിൾ ആയിരുന്നില്ല. പക്ഷെ നമ്മൾ ഇവന് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും അവൻ്റെ കൂടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, കഴിക്കുക എന്നാലും തന്നെ ഉള്ളൂ കേട്ടോ എത്ര ഫേവറായിട്ടുള്ള കാര്യം അവൻ കഴിക്കുള്ളൂ. അപ്പത്തേനും എന്താണ്ട് ഞങ്ങളെ പപ്പ വന്നു. ഇക്ക കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ ആയിട്ട് ഒന്ന് കൊടുത്തിട്ട് ഇക്ക അങ്ങനെ അത് കഴിച്ചിട്ട് അങ്ങനെയാണ് പോയി. സാധാരണ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് നിസ്കരിക്കുക, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോവുക ചെയ്യൽ. പക്ഷെ ഇന്ന് നമ്മൾ സാധനങ്ങളൊക്കെ ഇക്ക പറഞ്ഞ കാര്യത്തിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ടാണ് വന്നത്, ഫുഡ് ഉണ്ടാക്കാനുള്ള. അപ്പോൾ ഇനി കുക്ക് ചെയ്തിട്ട് ഇക്ക എല്ലാം കഴിഞ്ഞ് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് മോർണിംഗിൽ വരുമ്പോഴത്തേനുമാണ് കഴിക്കുക. പിന്നെ ഞാൻ മോനെ ഉറക്കിയിട്ട് വരുമ്പോഴത്തേനും ഇക്ക പോവാന്ന് പറഞ്ഞ് പോയിണ്ടായിരുന്നു. ഇനിയിപ്പോൾ കിച്ചണിലേക്ക് കയറായി, മോൻ ഉറങ്ങുന്ന ടൈമായില്ലേ. പിന്നെ ഇവനെടുക്കാൻ പറഞ്ഞ കേട്ടാ എൻ്റെ അടുത്ത്, അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യണതാണ്. അവൻ അറിയാണ്ട് അലക്കാനിട്ടാലും അവൻ പറയും, മമ്മ എന്തിനാ ചെയ്തത്, ഇച്ചു ചെയ്യൂലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവന് ഒരുവിധമൊക്കെ ലിക്വിഡ് ഒഴിക്കാനൊന്നും അറിയൂല, പക്ഷെ എന്നാലും അവന് ശ്രമിക്കുന്നുണ്ട്. അപ്പം നല്ലതല്ലേന്ന് കരുതിയിട്ട് ഞാനും കൂടെ നിന്ന് കൊടുക്കും. ഇനിയിപ്പോൾ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റുകയാണ്. അത് കഴിഞ്ഞിട്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം. പിന്നെ
എന്താ നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല മോശം കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ നമ്മൾ വീഡിയോ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ച് പോകും നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. ഇപ്പോൾ എനിക്കൊന്നും പറ്റൂലാലോ എന്ന് ഇരിക്കാണ്ട് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഞാനത് മെൻഷൻ ചെയ്തിട്ട് പറയണത്. അപ്പം നിങ്ങളും അറിയണുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസിലോ സ്റ്റോറിയിലൊക്കെ ആയിട്ട് ഓരോ നമ്പറൊക്കെ കാണുന്നുണ്ട്. അതൊന്നും അവിടെ എത്തൂല, അതൊക്കെ വെറുതെയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കാണ്ട് അതിക്കൊക്കെ ഇറങ്ങിയിട്ട് അതെന്താണെന്ന് അന്വേഷിച്ചിട്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കണതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ എത്രയോ ഭയങ്കര ഹൈറലായിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചിന്തിച്ചാൽ മതി. നമ്മൾ താനെ അതൊക്കെ ചെയ്തു പോകും. എത്ര ഇൻട്രോവേർട്ട് ആണെങ്കിലും നമ്മൾ അതിനൊക്കെ ട്രൈ ചെയ്യുക. ഏറ്റവും അടുത്തുള്ള ആളുകളോടെങ്കിലും ഇങ്ങനെ പറയുക, എനിക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്നൊക്കെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതൊരു ചെറിയ എമൗണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതെങ്കിലും ചെയ്യുക. കാരണം പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ. അപ്പോൾ എൻ്റെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരു ഇത്തിരിയൊക്കെ കൊടുത്താലും മതി. എല്ലാ നാട്ടിലും അങ്ങനെ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെക്കണത്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് നിൽക്കുമ്പോൾ കാലിനിടയിൽ നിന്ന് മണ്ണ് പോയൊരവസ്ഥയാണ് അല്ലേ. നമ്മളൊക്കെ എത്രയോ ശുക്ർ ചെയ്തിട്ട് നിൽക്കേണ്ട ഒരു ടൈമാണ്. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കും അവരുടെ കൂടെ നിൽക്കാം. പിന്നെ മോനക്ക് ഞാനൊരു ജ്യൂസ് ഇക്കക്ക് ആക്കിയതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പം മോനക്ക് കൊടുക്കുകയാണ്. ഇതൊക്കെ ഉണ്ടോ? സൂപ്പറാവാണ്ടേ? എത്ര മണിക്കൂറായി ഇത് കഴിക്കാൻ തന്നിട്ട്? നാളെ അല്ല ഇന്നലെ. നേരം വെളുത്തൂടെ. ഓനപ്പോത്തിന് ജ്യൂസുകളൊക്കെ അവിടെ ഇട്ടിട്ട് എനിക്ക് ബ്രോസ്റ്റിനെ വിശക്കുക അത്ര. അത് കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കണം കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് കരുതാം. അപ്പോൾ ഇച്ചോ ബായ് പറ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ടുമോറോയാ? ബൈ ബൈ ടുമോറോ.